പാർത്ഥൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് LDFനെ പിന്നിലാക്കിക്കൊണ്ട് UDFന് വളരെ വലിയൊരു നേട്ടവും NDAയ്ക്കും അതുപോലെ തന്നെ നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ CPM അല്ലാതെ അല്ലെങ്കിൽ LDF അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയ്ക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഉണ്ടായതിൽ പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്, വളരെയധികം സംശയമാണ്. കാരണം 2000 ആണ് എനിക്ക് തോന്നുന്നു UDFന് 40% വോട്ട് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിൽ പോലും ഇത്രയധികം ജില്ലാ പഞ്ചായത്തുകളൊന്നും പിടിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഇത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷനുകൾ എല്ലാം തന്നെ UDFന് കിട്ടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. നേരെ ഇപ്പുറത്ത് NDA, അതായത് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം, മികച്ച പ്രകടനം അത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം എല്ലാ സ്ഥലങ്ങളിലും BJP അക്കൗണ്ട് തുറക്കുന്ന ഇതിലേക്ക് പോകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 2 അക്കം കടക്കാത്ത BJP അവിടെ 2 അക്കം കടക്കുന്നു. 14-13 സീറ്റിൻ്റെ അടുത്ത് ഒരൊറ്റയടിക്കാണ്. അതായത് 3-4 സീറ്റിൽ നിന്ന് നേരെ 14ലേക്ക് പോവുകയാണ്. ആലോചിക്കണം എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനകത്ത് CPM 2ാം സ്ഥാനം കഷ്ടിച്ചു പിടിച്ചു. അതിന് തൊട്ടുപുറയിലാണ് NDA ഉള്ളത്. അവിടെ വളരെ കുറഞ്ഞ വോട്ടുകളാണ്, വലിയ വ്യത്യാസമില്ലാതെ തന്നെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള, അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള പ്ലാനുകൾ, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നേരിട്ടൊരു വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കമ്പനി CEOയെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ അതെ ഒരു കോർപ്പറേറ്റ് നിലവാരത്തിൽ പെരുമാറുന്നു എന്നൊക്കെയാണ്. പക്ഷെ ആ കോർപ്പറേറ്റ് നിലവാരത്തിൽ പെരുമാറിയതുകൊണ്ടുള്ള ഗുണം എന്താണ്? കേരളം ഒട്ടാകെ BJPക്ക് വലിയ ഗുണം ചെയ്തു. 8 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന BJPക്ക് എനിക്ക് തോന്നുന്നു 30ലേറെ പഞ്ചായത്തുകൾ പിടിക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ പിടിക്കാൻ കഴിഞ്ഞു. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി അധികാരം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു. അധികാരം പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് അധികാരം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു. എല്ലാത്തിനും അപ്പുറത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ഉണ്ടാവുന്നത് BJPയുടെ മേയറാണ്. തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണാണ്. പത്മനാഭന്റെ മണ്ണിൽ ശ്രീ പത്മനാഭ ജയം എന്ന് ഉറക്കെ പറയാൻ ശേഷിയുള്ള പാർട്ടി BJP ആണ്. അങ്ങനെ പത്മനാഭന്റെ മണ്ണിൽ BJP ഇനി ഭരിക്കും. BJPയുടെ മേയർ ഉണ്ടാകും. രാജവീതിയിൽ കൂടി BJP മേയറും BJPയും സഞ്ചരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാൻ, ഗുരുവായൂരപ്പന്റെ നാട്ടിൽ ഒരു MP വന്നതിന് ശേഷം പത്മനാഭന്റെ നാട്ടിൽ ഒരു മേയർ വരുന്നു. അവർ തമ്മിലൊരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഗുരുവായൂരപ്പന്റെ നാട്ടിൽ MP ഉണ്ടാകുന്നു, തൃശ്ശൂരിന്റെ മണ്ണിൽ വടക്കുംനാഥന്റെ മണ്ണിൽ MP ഉണ്ടാകുന്നു. നേരെ അപ്പുറത്ത് പോകുമ്പോൾ പത്മനാഭന്റെ മണ്ണിൽ ഈ വലിയ വിജയം BJPക്ക് ഉണ്ടാകുന്നു. ഇതൊരു ഷിഫ്റ്റ് ആണ്. കേരള രാഷ്ട്രീയം മാറുന്നതിന്റെ സൂചനയാണ്. അതായത് UDFനും NDAയ്ക്കും നേട്ടം തന്നെയാണ്. നഷ്ടമുണ്ടായത് മുഴുവൻ LDFനാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ 2ാം പിണറായി സർക്കാരിന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം 1ാം പിണറായി സർക്കാർ തന്നെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ചർച്ചകളുണ്ട്. കാരണം അവിടെ കോവിഡ് ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ആളുകൾ പാനിക്കായിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് കിറ്റ് കൊടുത്തിരുന്നു. ആ സമയത്ത് അവരെ മാക്സിമം ഒരു സർക്കാർ മാറിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് കണ്ണും പൂട്ടി ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കിറ്റും അല്ലെങ്കിൽ പെൻഷൻ അടക്കം കൂട്ടിക്കൊടുത്തു. പെൻഷൻ 3200 കൊടുത്തു. എല്ലാ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ പെൻഷൻ അവസാന തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് തല്ലെന്ന് കൊണ്ടുപോയി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ജനങ്ങൾ മണ്ടന്മാരല്ല. കേരളത്തിലെ ആളുകൾ മണ്ടന്മാരല്ല. അന്ന് കിറ്റ് കൊടുത്ത് വോട്ട് നേടി എന്ന് പറഞ്ഞിരുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് കേരളത്തിലെ ജനങ്ങൾ ബീഹാറിലെ പോലെ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ പോലെയൊക്കെ ആയോ എന്ന്. പക്ഷേ ബീഹാറിലെ ജനങ്ങളും വളരെയധികം മാറി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എല്ലായിടത്തും പൊതുവിലൊരു മാറ്റം വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം നേടാൻ പറ്റില്ല. ഇവിടെ വികസനത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും ഇവിടെയുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ഭരണമാണോ ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിലുമൊക്കെയാണ് എന്തുണ്ടാവുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ ഈ തവണ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്. അത് UDFിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പോയത് മെയിൻ പ്രതിപക്ഷം എന്ന് നിലനിൽക്കുന്നത് UDF ആണ്. അപ്പൊ UDFന് വോട്ട് ചെയ്താലാണ് ആരെ വിജയിപ്പിക്കാൻ കഴിയുക? ജനങ്ങൾ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ CPMനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വോട്ടുകൾ UDFിലേക്ക് പോവുകയും അത് UDFന് വലിയ വിധത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ UDF കേന്ദ്രങ്ങൾ പോലും ഇപ്പൊ അത്ഭുതത്തിൽ ഇരിക്കുകയായിരിക്കും. ഇത്രയും വിജയം അവർ പ്രതീക്ഷിച്ച് കാണുമോ എന്ന് തോന്നും. ഒരു തരത്തിലും പ്രതീക്ഷിക്കില്ല. കാരണം അവർ പോലും വലിയ രീതിയിൽ പ്രചാരണം നടത്താത്ത സ്ഥലങ്ങളിൽ പോലും അവർക്ക് വിജയമുണ്ടാകുന്നു.
ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി ജില്ലാ പഞ്ചായത്തുകളൊക്കെ UDF പിടിക്കുന്നവർ ഇപ്പൊ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ അത്ഭുതമാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആലോചിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വലിയൊരു ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിൽ ഇനി BJPക്ക് പിന്നെ എന്താണ് അകറ്റി നിർത്തലുകളില്ല. BJP ഒരു അയിത്തമുള്ള പാർട്ടിയാണെന്നുള്ള ലേബലൊക്കെ മാറിയിരിക്കുന്നു. കോഴിക്കോട് CPM കാലങ്ങളായി ഭരിച്ച വാർഡ്, പിന്നെ ഇപ്പോഴത്തെ മേയറുടെ വാർഡ്, മുൻപിലത്തെ മറ്റൊരു മേയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡായ പൊറ്റമ്മൽ വാർഡ് BJP ചരിത്ര വിജയം നേടിയിരിക്കുന്നു. അവിടെ കുറ്റിച്ചൂലിൽ നിർത്തിയാൽ പോലും CPM വിജയിക്കുമെന്ന് കരുതിയെടുത്താണ് ആര് ജയിക്കുന്നത്? BJPയുടെ റെനീഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അത്ഭുതമാണ്. ഇപ്പം നവ്യ ഹരിദാസ് മാറി മത്സരിച്ചു, അവിടെയും ജയിച്ചു. പുതിയ വാർഡിൽ ഇപ്പം ഇന്ന് ഞാൻ കണ്ട കെ സുരേന്ദ്രനൊക്കെ ഹാരമണിക്കുന്ന ഒരു ചിത്രമുണ്ട്. ചാലപ്പുറം വാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ BJP വലിയ ചരിത്ര വിജയം നേടിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ ഇപ്പൊ 12 നഗരസഭ കൈവിട്ടു പോയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ് BJPക്ക്. കാര്യം അവിടെയുള്ള പരസ്പരം തമ്മിലുള്ള അടിയാണ് അവിടെ കൈവിട്ടു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് BJP കൃത്യമായിട്ടൊരു പാഠമാണ്. പക്ഷെ കേരളത്തിൽ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നു. അല്ല, അയ്യപ്പ സംഗമം നടത്തിയിട്ടും സർക്കാരിന്റെ ഗതി ഇതായി പോയല്ലോ എന്നാണ് LDFന്റെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം CPM ഒരു കപട നാടകമാണ് കളിക്കുന്നത് എന്നും ആളുകളെ തമ്മിലടിപ്പിക്കാനാണ് ഇരിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു ഫ്രോഡിനെ വർഗീയതയും ജാതീയതയും പറഞ്ഞ് തമ്മിൽ തെറ്റിക്കാനാണ് ഇരിക്കുന്നതും ഈ CPMന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക, അതായത് BJPയോടൊപ്പം നടക്കുകയും CPMന് വേണ്ടി എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ BJP അധികാരത്തിൽ വിടണമെന്ന് ഒരു ആഗ്രഹവും. വെള്ളാപ്പള്ളി നടേശന്റെ ആഗ്രഹം CPM ഇവിടെ കാലങ്ങളോളം ഭരിക്കുക, കേന്ദ്രത്തിലുള്ള BJPന്റെ ആനുകൂല്യം നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചതിന്റെ ഒരു ഫലം ഇപ്പോൾ കൃത്യമായി CPM അനുഭവിക്കുന്നു. കാരണം അത് SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒന്നുമല്ല. SNDP തന്നെയുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപകടകരമാണ് ഈ പോക്ക്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പച്ചയായ വർഗീയതയല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ ഇപ്പം MM മണി ഈ വിധി വന്നതിന് ശേഷം MM മണി പ്രതികരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിധി നമ്മളെ ഫലം റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ കിറ്റൊക്കെ വാങ്ങി പെൻഷനൊക്കെ വാങ്ങി തിന്നിട്ട് തിരിഞ്ഞു കുത്തി എന്നാണ് പറയുന്നത്. ഒന്നും പറയാല്ല. കാരണം കഴിഞ്ഞ കോവിഡ് സമയത്ത് ഞാൻ ആരോടൊക്കെയോ പറഞ്ഞപ്പോൾ പലരും എന്നോട് തർക്കിക്കാൻ വന്നു. കിറ്റ് വാങ്ങി തിന്നിട്ട് വോട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പ്രാദേശികമായി ഈ കിറ്റ് കൊടുത്തിട്ട് ഇത് CPM ആയതുകൊണ്ട് മാത്രമാണ്, LDF സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ കിറ്റ് തരുന്നത്. കിറ്റ് വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ വോട്ട് CPMന് കുത്തണം എന്ന് പ്രാദേശികമായി പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്കാരുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരെ അപമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ വോട്ട് നേടിയത്. അപ്പൊ അന്ന് അതിനെ നിഷേധിച്ചവർക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായി കാണുമല്ലോ അവരുടെ ആ മനസ്സിലും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. കിറ്റ് കൊടുത്തത് ഇവരുടെ ഔദാര്യമാണ്. AKG സെന്ററിൽ നിന്നാണോ കിറ്റ് കൊടുത്തത്? അല്ല, അത് സത്യമാണ്. കാര്യം പൊതുജനങ്ങൾക്ക് ഇവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ പറ്റി. കാരണം CPMനെ വലിയ പുരോഗമനത്തിൻ്റെയൊക്കെ ഇതായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷെ അല്ല, ഈ MM മണിയെ പോലുള്ള ഈ കട്ടൽക്കീഴവന്മാരായിട്ടുള്ള നേതാക്കന്മാർ എപ്പോഴും കരുതിയിരിക്കുന്നത് ജനങ്ങൾ അടിമകളാണ് എന്നും ജനങ്ങൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അപ്പകഷ്ടങ്ങൾ അവർ എല്ലാ കാലവും CPMന് വോട്ട് ചെയ്യേണ്ട ആളുകളാണ് എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഔദാര്യമാണോ? പെൻഷൻ എന്ന് പറയുന്നത് MM മണിയുടെയോ അതുപോലെ തന്നെ മറ്റാരെങ്കിലും പിന്നെ തറവാട്ടിൽ നിന്ന് എടുത്തു തരുന്ന കാര്യമല്ലല്ലോ. CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്നോ കൊടുക്കുന്ന ഒന്നല്ല. സർക്കാരിന്റെ പണമാണ്. പാവപ്പെട്ട ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷ വേണ്ട ആളുകൾക്ക് നിർബന്ധമായും കിട്ടേണ്ട ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഒരു സാധനമാണ് പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും എല്ലാം കൂടെ നിയമമായിട്ടാണ്. അല്ലാതെ ഞങ്ങളുടെ LDF സർക്കാർ വന്നിരിക്കുന്നു, ഞങ്ങൾ കുറച്ച് പണം അങ്ങ് തരാം എന്ന് പറയുന്നതല്ലല്ലോ. അതും കൊടുക്കേണ്ട കൃത്യസമയത്ത് കൊടുത്തിട്ടില്ല. ഓരോ വർഷവും പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു. 6 മാസം മുതൽ 10 മാസത്തിന്റെ അടുത്ത് വരെ പെൻഷൻ നിന്നുപോയി. ഇതൊന്നും എവിടെയില്ല. ഉമ്മൻചാണ്ടി പണ്ട് 18 മാസം നിർത്തിയെന്നൊരു കള്ളക്കഥ ഇപ്പോഴും പറയുന്നുണ്ട്. ആ കള്ളക്കഥ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പെൻഷൻ 18 മാസം നിന്നിട്ടില്ല എന്നും അത് പല തരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു, അതിൽ ചില പെൻഷനാണ് നിന്ന് പോയത് എന്നും അതിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ പിന്നീട് പുറത്ത് നിയമസഭാ രേഖകളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ അതൊന്നുമല്ല. ഇത് CPMന്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പണം തരുന്നു, നിങ്ങൾ അത് വാങ്ങി പോയി ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്കെതിരെ. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് എന്ത് ഭരണഘടനാ കൂറാണുള്ളത്? ഇവർക്ക് എന്ത് ജനാധിപത്യ ബോധമാണ്? ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം പാർത്ഥ. ഇവരാണ് ഈ പെൻഷൻ കൊടുക്കുന്നതിന്റെ അവരുടെ ആ പിതൃത്വം ഏറ്റെടുക്കുന്നതിന്റെ മറ്റൊരു കാര്യം പറഞ്ഞു തരാം.
ഈ സൂചിയിൽ നൂല് ഒരുക്കാൻ പോലും അറിയാത്ത ആൾക്കാരെ CPM-ന് വോട്ട് ചെയ്യും എന്ന ഒരു ധാരണയുടെ പേരിൽ മാത്രം അവർക്ക് വേണ്ടി പെൻഷൻ എല്ലാം സെറ്റാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് CPM-കാർ. നേരിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ അവരുടെ പെൻഷൻ അത് അർഹതയില്ലാത്ത ഒരു വലിയ വിഭാഗം CPM-ന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന ഉറപ്പിന്മേൽ അവർക്ക് പെൻഷൻ കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾ വെറുതെ പോയി ഇങ്ങനെ ഒരു മെഷീൻ ഒന്ന് ചവിട്ടി കാണിച്ചാൽ മതി, തയ്യൽ തൊഴിലാളി പെൻഷൻ കിട്ടും. യഥാർത്ഥത്തിൽ തയ്ച്ച് മുട്ട് തേഞ്ഞ തയ്യൽ തൊഴിലാളി ചിലപ്പോൾ പെൻഷൻ കിട്ടാതെ ഇപ്പോഴും ഉണ്ടായിരിക്കാം. ആ സ്ഥാനത്താണ് CPM-നോട് അനുഭാവമുള്ളവർക്കും അവർക്ക് വോട്ട് കൊടുക്കുമെന്നും ഉറപ്പുള്ളവർക്കും ഇവർ ഈ കള്ളത്തരത്തിലൂടെ പെൻഷൻ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് വാദിക്കാം, ഈ പെൻഷന്റെ പിതൃത്വം ഞങ്ങൾക്കാണ് എന്നുള്ള ആ ഒരു വശത്തിൽ അത് ശരിയാണ്. തീർച്ചയായിട്ടും. മാത്രവുമല്ല, കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? കാരണം ഇനിയൊരു BJP UDF പോരാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPM-നെ ജനങ്ങൾ തൂത്തെറിയും എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്നത്. ഇപ്പം തദ്ദേശ ഇലക്ഷനിൽ വേറെയാണ് എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. തദ്ദേശ ഇലക്ഷനിൽ വേറെയാണ്. അത് എവിടെയെന്നറിയോ? വാർഡിൽ മാത്രം. തിരിച്ച് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ വരുമ്പോൾ അവിടെ കൃത്യമായ പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിൽ CPM പോലും വിചാരിക്കാത്ത തരത്തിൽ അടിപതർന്നു അവരുടെ കോട്ടകളിൽ. അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ്. ആ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു MLA നിൽക്കുന്നതിനേക്കാൾ വലിയ സ്ഥലമാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത്. അത്രയും വലിയ സ്ഥലങ്ങളിലാണ് ഈ കൂട്ടത്തോടെ വോട്ടുകൾ എവിടേക്ക് പോകുന്നത്? UDF-ലേക്കും BJP-യിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം UDF സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ BJP കയറുന്നുണ്ട്. അപ്പം പിന്നെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ BJP സ്ട്രോങ് അല്ലാത്ത സ്ഥലത്ത് മൊത്തം എവിടത്തേക്ക് പോകുന്നു? UDF-ലേക്ക് പോകുന്നു. ഇവിടെ മൊത്തത്തിൽ കൂട്ടിയാൽ, അതായത് BJP-ക്കും UDF-നും കിട്ടിയ വോട്ടുകൾ മൊത്തം ക്രോഡീകരിച്ചാൽ ഏത് ജാതി ഭരണവിരുദ്ധ വികാരമാണ് അവിടെ ഉണ്ടായിരുന്നത്? ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറമുള്ള ഭരണവിരുദ്ധ വികാരമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3-4 സീറ്റിന്റെ വ്യത്യാസമാണ് CPM-ന് കരകയറാൻ പറ്റിയത്. ഇതൊന്നും ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇത് സ്വപ്നം കാണുന്നില്ല. അല്ല, CPM സാധാരണ കരുതിയിരുന്നത് കോൺഗ്രസ് ഇതോടുകൂടി തീർന്നു. കോൺഗ്രസ് തീർന്നു. അപ്പൊ ഇനി വരാൻ പോകുന്നത് BJP CPM പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊരു ധാരണയായിരുന്നു അവരുടെ ഒരു പ്രചരണങ്ങളെല്ലാം നിഴലിച്ചിരുന്നത്. മാത്രമല്ല, ഈ നോമിനേഷൻ കൊടുക്കുന്നത് മുതൽ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുന്നത് മുതൽ ഇവിടെ പ്രചരണങ്ങൾ നടക്കുന്നതും എല്ലാം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതീതിയിലല്ലായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണോ നേരിടുന്ന ആ ഒരു പ്രാധാന്യം ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വിലയിരുത്തലാണിത്. ഇതിന്റെ ഒരു തുടർച്ചയായിരിക്കും ഉറപ്പായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പോൾ 3ാം പിണറായി സർക്കാർ ഉറപ്പ് എന്ന് പറഞ്ഞിരുന്നവരെല്ലാം ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ഈ ഫലം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പൊതുജനങ്ങൾ എല്ലാത്തിനും അപ്പുറത്തേക്ക് നിഷ്പക്ഷരായി നിൽക്കുന്ന ജനം, സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ജനം ഉണ്ടായിരുന്നു. CPM-ന്റെ ഈ തോന്നിവാസങ്ങളൊക്കെ കണ്ടിട്ട് അവർ പ്രതികരിക്കാതിരുന്നത് വോട്ടിലൂടെ പ്രതികരിക്കാനായിരുന്നു. ആ സൈലന്റ് ആയി നിൽക്കുന്ന ഒരു ജനമുണ്ട്. ആ സൈലന്റ് ആയിരിക്കുന്ന ജനം കംപ്ലീറ്റ് ആയിട്ട് വോട്ട് മാറ്റി ചെയ്തു. വലിയ ഷിഫ്റ്റിംഗ് ഉണ്ടായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് 4-ൽ കൂടുതൽ സീറ്റ് BJP ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉറപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടുകയും തൃശ്ശൂരും തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെ പിന്നെ ഈ കാസർഗോഡ് ഉൾപ്പെടെ BJP-ക്ക് MLA-മാരുണ്ടാകാൻ പോകുന്നു. ഇത് വലിയൊരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുക എന്നുള്ളതാണ്. അതായത് CPM-ൽ നിന്നാണ് വോട്ട് ഷിഫ്റ്റ് BJP-യിലേക്ക് ഉണ്ടായത്. യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതായിരുന്നു. പക്ഷെ കോൺഗ്രസിൽ നിന്നോ UDF നിന്നോ അല്ല, അത് കോൺഗ്രസിന്റെ തനതായിട്ടുള്ള വോട്ടുകളും പിന്നെ UDF വോട്ടുകളും എന്ന് പറയുന്നത് മുസ്ലിം അതുപോലെ തന്നെ മറ്റിതര വോട്ടുകളാണ്. അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ CPM-ന്റെ ഹിന്ദു വോട്ടുകൾ കൂട്ടത്തോടെ ഷിഫ്റ്റായി. ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. തോന്നുന്നു ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതോടുകൂടി ഹിന്ദുക്കൾക്ക് ഒരു വിഭാഗത്തിന് പൂർണ്ണമായി മനസ്സിലായി ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന്. തീർച്ചയായിട്ടും. കാരണം അതോടുകൂടിയായിരിക്കും അവർ പൂർണ്ണമായി അത് BJP-ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. CPM-മാർക്ക് വരെ മനസ്സിലായി എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഈ സൈബർ സഖാക്കൾ പോലും ഒരു അക്ഷരം മിണ്ടാതെ ഇവരുടെ വലിയ പ്രചാരണങ്ങൾ പാർട്ടി എത്രത്തോളം വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ആളുകൾ കണക്കിലെടുത്തത് എന്താണ്? അഴിമതിക്കപ്പുറത്തേക്ക് ഇവരുടെ ധാർഷ്ട്യം, അഹങ്കാരം,
ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള നിലപാട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെ പുച്ഛിക്കുകയും BJPയും കോൺഗ്രസും ഒരുമിച്ച് പുച്ഛിച്ചു. പക്ഷെ എന്നിട്ടോ ഇവരിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഇവർ സംരക്ഷിക്കും, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും. അവർ ഇരയ്ക്കൊപ്പം ഒന്ന് പറയുകയും ചെയ്യും, വേട്ടക്കാരനെ ചേർത്ത് നിർത്തുകയും ചെയ്യും. ഒക്കെ കൃത്യമായി ജനങ്ങൾ കണ്ടു. ജനങ്ങൾക്ക് ഈ ബോധമുണ്ട്, വിവരമുണ്ട്. ഇത് എന്താണ് കൊറോണ സമയം അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് രണ്ടാം ഭരണം വന്നത്, അല്ലാതെ പിണറായിയുടെ മേന്മയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് പുതിയ രാഷ്ട്രീയത്തിന്റെ, പുതിയ കാലത്തിന്റെ, പുതിയ തലങ്ങളിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്.